പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇതിനകം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന രാജ്യത്തിന് ഇപ്പോൾ ഊർജ്ജക്ഷാമവും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. വൈദ്യുതി ആവശ്യകത നിയന്ത്രിക്കാനും ചെലവ് കുറയ്ക്കാനുമായി വൈകുന്നേര സമയങ്ങളിൽ നിയന്ത്രിത പവർ കട്ട് ഏർപ്പെടുത്താൻ പാക് സർക്കാർ തീരുമാനിച്ചു. വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 1 മണി വരെ വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയരുന്ന സാഹചര്യത്തിലാണ് 2 മണിക്കൂർ വരെ വൈദ്യുതി മുടക്കം ഏർപ്പെടുത്താൻ തീരുമാനമായത്. പ്രത്യേകിച്ച് വീടുകളിലെ എയർ കണ്ടീഷണർ, ഫാൻ, ലൈറ്റുകൾ, അടുക്കള ഉപകരണങ്ങൾ എന്നിവയുടെ ഉപയോഗം കൂടുന്നതോടെ ഈ സമയത്ത് വൈദ്യുതി ആവശ്യകത റെക്കോർഡ് നിലയിൽ എത്തുന്നുവെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധപരിസ്ഥിതി മൂലം ഇന്ധനച്ചെലവ് വർദ്ധിച്ചതും പാകിസ്ഥാന്റെ വിദേശ നാണയ ശേഖരം ക്ഷയിച്ചതും പ്രതിസന്ധി കൂടുതൽ വഷളാക്കി. എണ്ണയും പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യാനുള്ള ചെലവ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഗണ്യമായി ഉയർന്നു. അതിനിടെ രാജ്യത്തിന് ആവശ്യമായ അളവിൽ ഇന്ധനം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങുന്നത്. ജലവൈദ്യുത നിലയങ്ങളിലെ ഉൽപാദനവും കുറഞ്ഞിട്ടുണ്ട്. മഴയുടെ കുറവും അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നതുമാണ് ഇതിന് പ്രധാന കാരണം. പാകിസ്ഥാന്റെ വൈദ്യുതി വിതരണത്തിന്റെ വലിയൊരു വിഹിതം ജലവൈദ്യുത നിലയങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവയിൽ നിന്നുള്ള ഉൽപാദനം കുറഞ്ഞതോടെ ഗ്യാസ്, കൽക്കരി എന്നിവയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇവ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ ചെലവേറിയതുമാണ്. പവർ കട്ട് സംബന്ധിച്ച് തീരുമാനം നടപ്പാക്കുമ്പോൾ ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കണമെന്ന് വിതരണ കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെട്ടെന്നുള്ള വൈദ്യുതി മുടക്കം ജനങ്ങളിൽ പ്രതിഷേധമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഓരോ പ്രദേശത്തും എപ്പോഴാണ് വൈദ്യുതി തടസ്സപ്പെടുക എന്ന് മുൻകൂട്ടി അറിയിക്കണമെന്നാണ് നിർദ്ദേശം. അനിയന്ത്രിതമായ വൈദ്യുതി മുടക്കങ്ങൾ കമ്പനികളുടെ അറിവോടെയല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചാബ് പ്രവിശ്യയിലെ നിരവധി പ്രദേശങ്ങളിൽ ഇതിനകം തന്നെ വൈദ്യുതി മുടക്കം പതിവായി കഴിഞ്ഞു. നഗരങ്ങളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളാണ്. പ്രത്യേകിച്ച് മുൾട്ടാൻ ഇലക്ട്രിക് പവർ കമ്പനിയുടെ പരിധിയിലുള്ള മേഖലകളിൽ ദിവസേന മണിക്കൂറുകളോളം വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. മുസാഫർഗഡ്, ഗനേവാൾ, ഡെറാഗാസി ഖാൻ തുടങ്ങിയ ജില്ലകളിൽ 1 മണിക്കൂറിൽ നിന്ന് 16 മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പല സ്ഥലങ്ങളിലും മുന്നറിയിപ്പില്ലാതെയാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നത്. ഇതിനെതിരെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അധികൃതർ വ്യക്തമായ വിവരങ്ങൾ നൽകുന്നില്ലെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. നഗരപ്രദേശങ്ങളിലും സ്ഥിതി അത്ര മെച്ചമല്ല. ലാഹോർ, ഫൈസലാബാദ്, റാവൽപിണ്ടി, ഗുജ്റൻവാല എന്നിവിടങ്ങളിൽ ദിവസം 3 മുതൽ 4 മണിക്കൂർ വരെ വൈദ്യുതി തടസ്സപ്പെടുന്നു. നഗരങ്ങളിൽ ഷോപ്പിംഗ് മാളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെയും ബാധിക്കുന്നു. പല സ്ഥാപനങ്ങളും ജനറേറ്ററുകളെ ആശ്രയിക്കേണ്ടി വരുന്നതിനാൽ അധിക ചെലവ് നേരിടുകയാണ്. ചെറുകിട വ്യവസായ മേഖലകളാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. ടെക്സ്റ്റൈൽസ്, തോൽ, കാർഷിക ഉൽപ്പന്ന സംസ്കരണ മേഖലകളിൽ ഉൽപാദനം കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാക്ടറികൾ പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾക്ക് വേതനം കുറയ്ക്കുകയും ചില സ്ഥാപനങ്ങളിൽ താൽക്കാലിക പിരിച്ചുവിടലുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ വൈദ്യുതി നിലയങ്ങളിലേക്ക് ലഭിക്കുന്ന ഗ്യാസ് വിതരണത്തിൽ വൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്ന് പെട്രോളിയം ഡിവിഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. വൈദ്യുതി മേഖലയ്ക്ക് നിലവിൽ പ്രതിദിനം 90 ദശലക്ഷം ഘനയടി തദ്ദേശീയ വാതകം മാത്രമാണ് നൽകുന്നത്. ഇത് ആവശ്യത്തിന് വളരെ താഴെയാണ്. ഖത്തറിൽ നിന്നുള്ള ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവെച്ചതും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കി. മെയ് 9 വരെ പുതിയ കപ്പലുകൾ എത്തില്ലെന്നാണ് വിവരം. അതിനാൽ ഗ്യാസ് ഉപയോഗിച്ചുള്ള വൈദ്യുതി നിലയങ്ങൾക്ക് ആവശ്യത്തിന് ഇന്ധനം ലഭിക്കുന്നില്ല. പല നിലയങ്ങളും ഭാഗികമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മെയ് മാസത്തോടെ സ്ഥിതി ഏതാനും തോതിൽ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. പഞ്ചാബിലേക്ക് ദിവസേന ലഭിക്കുന്ന വാതക വിതരണം 160 ദശലക്ഷം ഘനയടിയായി ഉയർത്താനാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ഇതോടെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാനാകുമെന്ന് അവർ കരുതുന്നു. അതേസമയം വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് യുദ്ധം കൂടുതൽ നീണ്ടാൽ പാകിസ്ഥാനിലെ ഊർജ്ജ പ്രതിസന്ധി നിയന്ത്രണാതീതമാകാനിടയുണ്ടെന്നാണ്. ഇതിനകം തന്നെ ഉയർന്ന പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, രൂപയുടെ മൂല്യത്തകർച്ച എന്നിവ നേരിടുന്ന രാജ്യത്തിന് വൈദ്യുതി ക്ഷാമം കൂടി വലിയ ആഘാതമാകുമെന്നവർ ചൂണ്ടിക്കാട്ടുന്നു. വൈദ്യുതി മുടക്കം ദൈർഘ്യമേറിയാൽ ജനജീവിതം മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളും താറുമാറാകാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ഇന്ധന ഇറക്കുമതി വർദ്ധിപ്പിക്കൽ, പകരം ഊർജ്ജ സ്രോതസ്സുകൾ വികസിപ്പിക്കൽ, സൗരോർജ്ജ പദ്ധതികൾ വ്യാപിപ്പിക്കൽ, അനാവശ്യ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കൽ തുടങ്ങിയ നടപടികൾ സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇവയെല്ലാം നടപ്പാക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി ഇപ്പോൾ പാകിസ്ഥാൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.